സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരാൻ നേരം നിങ്ങൾ ഒരു ഓപ്ഷൻ സെല്ലറായിട്ട് വരണം. നിങ്ങൾക്ക് ഒരുപാട് അഡ്വാൻറ്റേജ് ഒരു ഓപ്ഷൻ സെല്ലർ ആകുമ്പോൾ ഉണ്ടെന്നും പ്രോഫിറ്റിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ സെല്ലറായിട്ട് നിൽക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉചിതമെന്നും നമ്മൾ പൊതുവെ എല്ലാവരും സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയിട്ട് പറയുമ്പോൾ നമ്മളോട് പറഞ്ഞു തരുന്ന ഒരു കാര്യമായിരുന്നു. ഓപ്ഷൻ സെല്ലർക്ക് അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജസ് ഉണ്ട്. പക്ഷേ ഈ ഒരു കണ്ടീഷൻസ് ഇപ്പോൾ മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഓപ്ഷൻ സെല്ലേഴ്സിന് ഫേവറബിൾ ആണ്. നമുക്ക് ഈ വീഡിയോയിൽ ത്രൂ ഒന്ന് നോക്കിയാലോ. സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ട്രേഡിംഗ്. മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ത്രൂ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ മാർക്കറ്റിൽ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ്, ഇത് ശരിക്കും കഷ്ടകാലം പിടിച്ച സമയമാണോ? ഈ സമയങ്ങളിൽ നമുക്ക് എങ്ങനെ ഒരു ഓപ്ഷൻ സെല്ലറായിട്ട് തന്നെ മാർക്കറ്റിൽ നിലകൊണ്ട് പോകാം? ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ ത്രൂ നോക്കാം. ഈ സാഹചര്യത്തിൽ നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ്, അതിനകത്ത് ഏറ്റവും വലിയ ചാലഞ്ച് അത് വോളറ്റാലിറ്റി ആണ്. മാർക്കറ്റിന്റെ വിക്സ് 15ന്റെ മുകളിലൊന്നും അല്ല ട്രേഡ് ചെയ്യുന്നത്. ഏകദേശം 14-14.5 റേഞ്ചിലൊക്കെയാണ് വിക്സ് ട്രേഡ് ചെയ്യുന്നത്. പക്ഷെ മാർക്കറ്റിന്റെ വോളറ്റാലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് തോന്നും വിക്സ് 20-ഓ 30-ലോ ഒക്കെ ട്രേഡ് ചെയ്യുന്ന സാഹചര്യം പോലെ ഉണ്ട്. അത്രക്ക് വോളറ്റൈലാണ് മാർക്കറ്റ്. അതിനോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മാർക്കറ്റ് കുറേ നേരം സൈലന്റ് ആയിട്ട് നിൽക്കും. പെട്ടെന്നായിരിക്കും മാർക്കറ്റ് ഒരു സൈഡിലോട്ട് ഒരു നല്ല മൂവ്മെന്റ് വരുന്നത്. കുറച്ച് നേരങ്ങൾക്കകം തന്നെ ആ എടുത്ത മൂവ്മെന്റ് അതേപോലെ തന്നെ സെൽ ഓഫ് ആയി പോകുന്നത് നമുക്ക് കാണാം. ചിലപ്പോൾ താഴത്തോട്ടും ഇതേപോലെ സംഭവിക്കാം. താഴത്തോട്ട് സെൽ ഓഫ് ചെയ്ത് പോകുന്ന മാർക്കറ്റ് അതേ സ്പീഡിൽ തിരിച്ച് മേലോട്ട് കയറും. ഈ വോളറ്റാലിറ്റി ഹാൻഡിൽ ചെയ്യാനായിട്ട് എപ്പോഴും ഓപ്ഷൻ സെല്ലേഴ്സിന് ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. ഓപ്ഷൻ സെല്ലേഴ്സ് എന്നല്ല, ഡയറക്ഷൻ യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും ഈ ഒരു സാഹചര്യങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടേറിയതായിരിക്കും. രണ്ടാമത് നമ്മൾ നോക്കേണ്ടത് സ്പൈക്കാണ്. ഹ്യൂജ് സ്പൈക്കുകൾ ഉണ്ടാവുന്നുണ്ട് മാർക്കറ്റിൽ. 3 രൂപ 4 രൂപയിൽ ട്രേഡ് ചെയ്യുന്ന പ്രീമിയം 1-2 മിനിറ്റ് കൊണ്ട് തന്നെ 60 രൂപ 70 രൂപയിലോട്ടൊക്കെ പ്രീമിയം കയറിപ്പോകും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ. നിങ്ങൾ 3 രൂപയ്ക്ക് ഒരു 1000 ക്വാണ്ടിറ്റി സെൽ ഓർഡർ പ്ലേസ് ചെയ്തെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന മാക്സിമം പ്രോഫിറ്റ് 3000 രൂപയല്ലേ? പക്ഷെ 1 മിനിറ്റിൽ 2 മിനിറ്റിൽ ഈ പ്രീമിയം 70 രൂപയിലോട്ട് പോയാൽ എത്ര രൂപ നിങ്ങൾക്ക് ലോസ് ഉണ്ടാവും? ഏകദേശം 67,000 രൂപ നിങ്ങൾക്ക് ഈ ഒരു ഒറ്റ പൊസിഷനിൽ നിന്ന് ലോസ് എടുക്കേണ്ടി വരും. സോ ഈ റിസ്ക് നിങ്ങൾ എത്ര നാളുകൾ കൊണ്ടായിരിക്കും നിങ്ങൾ 3000 കൂട്ടിവെച്ച് ഒരു 60,000 രൂപ നിങ്ങൾ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നത്? ഈ പ്രോഫിറ്റിനെ നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്തോണ്ട് പോയാൽ മാർക്കറ്റിന് വെറും 2 മിനിറ്റ് മതി. ചിലപ്പോൾ 1 മാസത്തെ ഒന്നിച്ചുള്ള പ്രോഫിറ്റ് ആയിരിക്കും. അതിന് തിരിച്ച് നമ്മളെ ഇന്ന് കൊണ്ടുപോകാനായിട്ട് 2 മിനിറ്റ് മതി. അതാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷൻ. സ്പൈക്കിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് വോളിയത്തിന്റെ കാര്യവും നമ്മൾ പറയേണ്ടത്. സെബിയുടെ പുതിയ റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ നമ്മളുടെ മാർക്കറ്റിന്റെ വോളിയൂംസ് നല്ല രീതിയിൽ താഴത്തോട്ട് കൊണ്ടുവന്നു. എന്താണ് സംഭവിച്ചത്? 30% എല്ലാം വോളിയം താഴത്തോട്ട് വരുമ്പോൾ എല്ലാവരുടെയും റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റിനെ അത് നല്ല രീതിയിൽ ബാധിക്കും. പ്രത്യേകിച്ച് സെല്ലേഴ്സ്. ഒരു പർട്ടിക്കുലർ പൊസിഷൻ സെൽ ചെയ്ത് വളരെ സേഫ് ആയിട്ട് സെല് ചെയ്യുന്ന ആൾക്ക് 1-2% മതിയെന്ന് വിചാരിക്കുന്ന ആൾക്ക് വോളിയം ഇല്ലാത്തത് കൊണ്ട് തന്നെ മാർക്കറ്റിനോട് കുറച്ചും കൂടെ അടുത്ത് വന്ന് ഹയർ റിസ്ക് എടുക്കേണ്ട പോസിബിലിറ്റി ഉണ്ടാവും. അങ്ങനെ ആണെങ്കിൽ മാത്രമേ അവർക്ക് കൂടുതൽ റിട്ടേൺ ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. വോളിയം കുറഞ്ഞത് മാത്രമല്ല കേട്ടോ ഈ കൂടുതൽ റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ മാർക്കറ്റിനോട് അടുത്ത് വരണമെന്ന് പറഞ്ഞത്. അത് എക്സ്പയറി ഡേ നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഹയർ മാർജിൻസിനെ പറ്റിയിട്ടായിരുന്നു. 20% അടുത്ത് നമ്മളുടെ ക്യാപിറ്റലിൽ നിന്ന് കുറയും എക്സ്പയറി ഡേ ട്രേഡ് ചെയ്യാൻ നേരം. ഇതും ROI ജനറേറ്റ് ചെയ്യുന്നവർക്ക് നല്ല രീതിയിൽ ബാധിക്കും. സോ ഈ 3 കാര്യങ്ങളായിരുന്നു നമ്മൾ ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷനിൽ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചാലഞ്ചസ്. ശരിക്കും ഇതൊരു ബാഡ് ഫേസ് ആണോ? നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കി. ഇതേപോലത്തെ ഫേസസ് നേരത്തെ മാർക്കറ്റിൽ ഉണ്ടായിട്ടില്ലേ? നേരത്തെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്ര ഇന്റൻസിറ്റിയിൽ മാർക്കറ്റിൽ ഉണ്ടാവുന്ന സ്പൈക്കുകളോ കാര്യങ്ങളോ ഇതേവരെ ഉണ്ടായിട്ടില്ല. 2 രൂപ പ്രീമിയം 15 രൂപ 30 രൂപയിലോട്ടൊക്കെ പോകുന്ന സിനാരിയോസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഈ 100 രൂപ 150 രൂപയിലോട്ടൊക്കെ പോകുക എന്നൊക്കെ പറയുന്നത് വളരെ വളരെ റെയർ ആയിട്ടുള്ള സിറ്റുവേഷൻസ് അല്ലേ? മാർക്കറ്റിനെ കൃത്യമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളായിരുന്നത്. അതാണ് ഇതൊരു റിയലി ബാഡ് ടൈം ആണെന്ന് നമ്മൾ പറയാനായിട്ടുള്ളൊരു ഘടകം. നോൺ ഡയറക്ഷണലായിട്ട് ട്രേഡ് ചെയ്യുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഡയറക്ഷണൽ ട്രെൻഡ് നോക്കി ട്രേഡ് ചെയ്യാലോ എന്ന് വിചാരിക്കുന്നവർക്കും ഇത് കുറച്ച് ബുദ്ധിമുട്ട് ഏറിയ സമയമായിരിക്കും. കാര്യം കൃത്യമായിട്ടുള്ള ഡയറക്ഷൻസ് കിട്ടത്തില്ല. IV സ്പൈക്ക് ഹൈ ആണ്, പക്ഷെ IV വാല്യൂ ഏകദേശം 10-14 തന്നെ നിൽക്കുന്നു. ഇതാണ് ഡിഫിക്കൽട്ട് ടൈം ആണെന്ന് പറയാനായിട്ട് ഉള്ളൊരു ഘടകം. എങ്ങനെ നമുക്ക് ഈ ബാഡ് ടൈംസിൽ ട്രേഡ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും? നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ
എക്സ്പെഷ്യലി പുതിയ ആൾക്കാരോടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ആൾക്കാർ കൃത്യമായിട്ട് ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ അവർ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നവരാണെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. ഫേക്ക് ആയിട്ടുള്ള സ്ക്രീൻഷോട്ടും കാര്യങ്ങളിലും പോയി വീഴാതിരിക്കുക. അതേപോലെ തന്നെ ട്വിറ്ററിൽ കുറേ നല്ല ട്രേഡേഴ്സ് ഉണ്ട്, ഡെയിലി വെരിഫൈഡ് P&Ls ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന നല്ല ട്രേഡേഴ്സ് ഉണ്ട്. സോ അവരിൽ നിന്ന് കൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാൻ നോക്കുക. കൃത്യമായിട്ടുള്ള ആൾക്കാരെ മാത്രം ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു നോട്ട് പോലെ കണ്ടേച്ചാൽ മതി. ഇനി എങ്ങനെ ഈ ബാഡ് ഫേസിൽ നമുക്ക് ട്രേഡ് ചെയ്ത് പോകാം? നിങ്ങളുടെ പൊസിഷൻ സൈസ് വളരെ ചെറുത് കീപ്പ് ചെയ്യുക. ഒരിക്കലും ഫുൾ ക്യാപിറ്റൽ എടുത്തു വെച്ച് ട്രേഡ് ചെയ്യാനായിട്ട് പോകരുത്. അത് ഹെവി റിസ്ക് ആണ്. പ്രോഫിറ്റ് കിട്ടുമായിരിക്കും ചില ദിവസങ്ങളിൽ, പക്ഷേ ഇതേപോലത്തെ 1-2 മിനിറ്റുകൾ മതി നിങ്ങളുടെ കംപ്ലീറ്റ് ക്യാപിറ്റലിനെ തന്നെ വാഷ് ഔട്ട് ചെയ്ത് കളയാൻ. പുതിയ ആൾക്കാരാണെങ്കിൽ ഈ സാഹചര്യത്തിൽ മാർക്കറ്റിൽ നിന്ന് വിട്ടു നിൽക്കുന്നതാണ് നല്ലത്. ഒരു 2 മാസത്തെ ഗ്യാപ്പ് എടുത്തിട്ട് വന്നാൽ നിങ്ങൾക്ക് മാർക്കറ്റിന്റെ ഒരു കംപ്ലീറ്റ് സ്ട്രക്ചർ അപ്പോഴത്തേക്കാവും. ഈ ഒരു പുതിയ റിഫോംസും വോളിയം കുറയുന്നതും പെട്ടെന്നുള്ള സ്പൈക്സും കാര്യങ്ങളൊക്കെ ആ ഒരു സാഹചര്യത്തിലേക്ക് ഒഴിഞ്ഞു നിൽക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ പ്രൊഫഷണൽസ് അവരുടെ പൊസിഷൻസ് ഹെഡ്ജ് ചെയ്യുന്നത് പോലെ ചെയ്യണമെന്ന് ഞാൻ പറയും. അത് എങ്ങനെയാണെന്നല്ലേ, വളരെ ടൈറ്റ് ആയിട്ടുള്ള ഹെഡ്ജസ് വെക്കുക. നിങ്ങളൊരു സെൽ ഓർഡർ പ്ലേസ് ചെയ്തെങ്കിൽ അതിന് തൊട്ട് താഴെയോ ഒരു നിഫ്റ്റി ആണെങ്കിൽ ഒരു 100 പോയിന്റ് അകലെയൊക്കെ നിങ്ങളുടെ ഹെഡ്ജ് പൊസിഷൻ ഉണ്ടാകണമെന്ന് പറയും. ഫേവറബിൾ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ. അപ്പോൾ ഇതേപോലത്തെ ഹയർ സ്പൈക്ക് വരുമ്പോഴും നിങ്ങളുടെ സെൽ പൊസിഷനെ നിങ്ങളുടെ ബൈ പൊസിഷൻ പ്രൊട്ടക്ട് ചെയ്ത് പിടിച്ചോളും. ഹെവി ലോസിലേക്ക് നിങ്ങളുടെ പൊസിഷനെ തള്ളിവിടാതെ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ ഹെഡ്ജസിന്റെ കാര്യം നിങ്ങൾ മറക്കരുത്. നിർബന്ധമായിട്ടും നിങ്ങളുടെ ട്രേഡിംഗ് സിസ്റ്റത്തിന്റെ ഒരു പാർട്ടായിട്ട് ഹെഡ്ജസിനെ മാറ്റിയത് തന്നെ വേണം. മൂന്നാമതായിട്ട് വൈഡർ ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. ഉദാഹരണത്തിന് സ്ട്രാങ്കിൾസ് ആണെങ്കിൽ തന്നെ നിഫ്റ്റിയിൽ ഒരു 300 പോയിന്റോ 400 പോയിന്റോ, 400 എന്നൊക്കെ പറഞ്ഞാൽ പ്രീമിയംസ് വളരെ കുറവായിരിക്കും, ഏകദേശം ഒരു 250-300 പോയിന്റിന്റെ എങ്കിലും ഗ്യാപ്സ് എടുത്തു വെച്ചിട്ട് നിങ്ങൾ സ്ട്രാങ്കിൾസ് ചെയ്യാനായിട്ട് നോക്കുക. സ്ട്രാഡിൽസ് ആണ് ചെയ്യുന്നതെങ്കിൽ നല്ല പ്രീമിയംസ് ഏറ്റവും ഹൈയിലുള്ള സാഹചര്യത്തിൽ മാത്രം സ്ട്രാഡിൽസ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറെ കൂടെ ഒരു വൈഡർ റേഞ്ച് കിട്ടുന്നതായിരിക്കും. സോ ഇത്രയും വൈഡർ റേഞ്ച് കിട്ടുന്ന സാഹചര്യങ്ങളിൽ മാത്രം നിങ്ങൾ സ്ട്രാഡിൽസിലും സ്ട്രാങ്കിൾസും എൻ്റർ ചെയ്യുക. നമ്മുടെ ഡിസിപ്ലിനും അഡാപ്റ്റബിലിറ്റിയും മാർക്കറ്റിലെ എക്സ്പീരിയൻസും വെച്ച് വേണം ഈ ഒരു സാഹചര്യങ്ങൾ നമ്മൾ ടാക്കിൾ ചെയ്ത് മുമ്പിലോട്ട് പോകാൻ. നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് കരുതുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഈ വീഡിയോനെ പറ്റി ഉണ്ടെങ്കിലും, നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ രേഖപ്പെടുത്താനുണ്ടെങ്കിലും നമ്മളുടെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. സോ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഹാപ്പി ട്രേഡിംഗ്, സ്റ്റേ സേഫ്, കീപ് ലേണിംഗ്. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.